ഉരുളിക്കിളങ്ങ് വേവിക്കാൻ കൊണ്ട് ഞങ്ങളിവിടെ ഇരുന്ന് സാറെ വിളിച്ച് നമ്മുടെ ജീവിതം 6 മാസമായി പൈസ കിട്ടാൻ. നമ്മ ഇവിടെ ഉള്ളത് ഞങ്ങള് കിടക്കുന്ന മോളെ ഇവിടെ ഒരു വികസനവും ഇല്ല. അമ്മച്ചി ഇപ്പോഴും വേസ്റ്റ് എടുത്ത് മാറ്റാം. ഉടനെ ഈ വേസ്റ്റ് ഒന്ന് കുറെ കൊണ്ടുപോയി ഇതിനുള്ളതൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടെങ്കിലും പരിപൂർണമായിട്ട് പോകുന്നില്ല. അവിടെ കൂടുതൽ കെട്ടിക്കിടക്കുകയാണ്. നമ്മളെല്ലാം ഇവിടെ തന്നെ ജീവിക്കുന്നത്. രാവിലെ വന്ന് രാത്രി പോകണം. വെളിയിലുള്ള വേസ്റ്റ് ഒന്നും ഇങ്ങനെ വരില്ല. ഇവിടുത്തെ വേസ്റ്റേ ഉള്ളൂ. ഭയങ്കര ഗ്യാസ് അവിടെ അത്രയും മഴയുണ്ടായി വെള്ളം എല്ലാം ചോർന്നിറങ്ങി മീൻ്റെ പുറത്തൂടി വീഴുന്നു. മോളെ ഇതൊക്കെ ഫോട്ടോ എടുത്തതെല്ലാം പുഴുവാണ് മോളെ. എടി പോടി വാടി അവരെ വീട്ടിലെ വേലക്കാരില്ല. നമ്മൾ മത്സ്യത്തൊഴിലാളി. ഞങ്ങൾ എവിടെ പോയി കിടക്കാം? ഞങ്ങൾ സെക്രട്ടറി ഓഫീസിന് മുമ്പ് പോയി മീൻ വിൽക്കും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമീപത്തുള്ള പാളയം മാർക്കറ്റ് വൃത്തിഹീനമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഭരണാധികാരികൾ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന ആവശ്യമാണ് പാളയം മാർക്കറ്റിലെ ജീവനക്കാർ ഉന്നയിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. മോളെ എന്തൊരു വികസനം ഇവിടെ ഉള്ളത്. ഞങ്ങള് കിടക്കുന്ന മോളെ ഇവിടെ ഒരു വികസനവും ഇല്ല. ഇവിടെ നാറ്റം കൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഏത് മന്ത്രിയാ ഇവിടെ വന്ന്? ഏത് മന്ത്രി വന്ന്? ഒരു മന്ത്രിമാരന്ന് വോട്ടിന് വേണ്ടി വന്നത്. അവര് വന്ന് ചോദിച്ച് അവർ വോട്ടുകൾ വാങ്ങിച്ചു പോയി. ഇതാ ഒരു മാർക്കറ്റ് കിടക്കുന്ന മക്കൾ. ഇതൊക്കെ ഫോട്ടോ എടുക്കുവാവേ, ഇതൊക്കെ ഫോട്ടോ എടുക്കുവാവേ. ഇതൊക്കെ ഈ മാർക്കറ്റാണോ ഇത്? ഞങ്ങളുടെ ജീവിതം ഇതാണ്. എന്ത് ചെയ്യാനാ ഞങ്ങള്? ഏത് മന്ത്രി ഇവിടെ വരും? അവര് ഭരിച്ചോണ്ട് അവര് പോണം. അവരുടെ കാര്യം കാണാൻ അവര് പോകും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് മക്കളെ? മഴയായാലും വെയിലായാലും ചൂടായാലും കിടക്കുന്ന ഇതൊരു മാർക്കറ്റ് ബിൽഡിംഗ് കെട്ടിക്കൊണ്ട് വരികയാണ്. ഇതെന്തിനാ? ഇവിടെ ആരാ മാർക്കറ്റിൽ ഈ കോരന്റെ മുകളിൽ കയറി മീൻ വിൽക്കാൻ? ആര് വിൽക്കും മോളെ? ഞങ്ങൾ കറക്റ്റ് 4:30-5 മണിക്ക് നമ്മളിവിടെ മാർക്കറ്റ് വരുന്നത്. എല്ലാ മാർക്കറ്റിന്റെ സ്ഥലങ്ങളിലുള്ള വേസ്റ്റ്, വീട്ടിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇവിടെ ഇടും. പട്ടി ചത്താലും എലി ചത്താലും ആളി ചത്താലും ഞങ്ങൾ ഈ നാറ്റവും പിടിച്ച് ഇതിന്റെ പുറത്തിരുന്നാണ് ആഹാരം, രാവിലത്തെ ആഹാരം കഴിക്കും. 10 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഷുഗർ പേഷ്യൻ്റ്. ഞങ്ങളുടെ വിരലുകളെല്ലാം പൊട്ടിക്കിടക്കും. ആരോട് ഈ പരാതി പറയാ? ഞങ്ങൾക്ക് പരാതി പറയാനായിട്ട് ആരും ഇല്ല പൊന്നുമോളെ. മാറ്റം ഇവിടെ എന്തോന്ന് മാറ്റം? അതാ കിടക്കുന്നത് മാറ്റമാണ് കാണുന്നത്. ഞങ്ങൾ മൂക്കും പൊത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യുന്നു. ഇതാണ് വികസനം. ഞങ്ങൾക്ക് ഇതിനകത്തിരുന്ന് വെള്ളം കുടിക്കണ്ടേ? ഒരു ബാത്റൂം ഇല്ലല്ലോ, ഒരു പൈപ്പിന് വെള്ളം ഇല്ലല്ലോ. ഒരു പൈപ്പിന് 1 മണിക്കൂർ 2 മണിക്കൂർ വെള്ളം വരും, പിന്നെ വെള്ളം ഇല്ല. ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് എത്ര രൂപയാണ് ഒരു ദിവസം കൊടുക്കുന്നത്? ഒരാളെന്ന് 300 രൂപ ഈ കടയ്ക്കകത്ത് ഞങ്ങൾ കൊടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു വികസനം ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് മോശമേ ഉള്ളൂ, ഒരു വികസനവും ഇല്ല. ക്ഷീണം വന്നാൽ ചരിഞ്ഞിടക്കാൻ ഒരു സ്ഥലമുണ്ടോ? ഈ കട ഒച്ച കാലം കഴിയത്. ഇപ്പോഴും കടക്കാച്ചി പിരിക്കുന്ന ചെറുക്കം വന്നാണ് വൈപ്പർ വെച്ച് ഈ മണൽ വഴിച്ച് കളയുന്നത്. വെള്ളം ഒഴിച്ച് കഴുകാൻ അത് പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ പിടിച്ച് കഴിയും. അതാണ് വികസനമുള്ള. ഞങ്ങളുടെ കാലില്ല, കൈകൾ കണ്ട ഞങ്ങൾ അഴുകിയാണ് ഇതിനകത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ കിടക്കുന്നത്. ഇനി ഏതാ വികസനം? മത്സ്യത്തൊഴിലാളിക്ക് ഒരു വികസനം ഇവിടെ ഇല്ല. മത്സ്യത്തൊഴിലാളിയുടെ പേരും പറഞ്ഞ് വലിയ മാളികയെല്ലാം കെട്ടിയിട്ട് ഓരോരുത്തർക്ക് കൂപ്പൺ കൊടുത്തു എഴുതി. ഇനി ഞങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞാൽ സൈഡ് കെട്ടി തരുമെന്ന്. അതാണ് വികസനം. താഴെ കിടക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് സീറ്റിട്ട് ഇരുമ്പ് വെച്ച് മറച്ചു തരാമെന്ന്, കമ്പി വേലി അടിച്ച് മറച്ചു തരാമെന്ന് 1 വർഷത്തേക്ക്. കഴിഞ്ഞ ആഴ്ച ഇവിടെ മേജർ വന്നിട്ട് പോയി. അതാണ് വികസനം. എന്ത് വികസനം മക്കളെ ഞങ്ങൾക്കുള്ളത്? സ്ത്രീകൾക്ക് ഇവിടെ എന്ത് സുരക്ഷിതം കിടക്കുന്നു? 4 മാസം സുഖമില്ലാതെ വലിയ അണുക്കൾ കയറി. ഒരു ആശുപത്രിയിൽ കണ്ടുപിടി കിട്ടിയില്ല. തമിഴ്നാട്ടിൽ പോയി കണ്ടുപിടിച്ച് 4 മാസം വരെ മാർക്കറ്റിൽ കയറി. ഇപ്പം നല്ല സുഖമില്ല. നമ്മളെ ശരീരത്തെ കടയെന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല. ചോറ് ഇവിടെ വെച്ചാണ് കഴിക്കണത്, വെള്ളം ഇവിടെ വെച്ചാണ് കുടിക്കണത്, ചായ ഇവിടെ വെച്ചാണ് കുടിക്കണത്. ശരീരത്തിന് ഒരു ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മാർക്കറ്റില്ല. ഇതിനെ പൊളിച്ചവർക്ക് തമ്മണം. മാർക്കറ്റ് ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ റോട്ടിലിട്ട് ബസ് ഓടണ ഇടത്തിട്ട് മീൻ.
അങ്ങനെയാണ് അവിടെ ചർച്ച നടന്നത്. ഇനി ചർച്ച ഉണ്ടാക്കും, സമയങ്ങളുണ്ട്. ഇത് കെട്ടി ഇത് കമ്മൽ കയറുമ്പോൾ ചർച്ച ഉണ്ടാക്കും. മാർക്കറ്റ് ഇല്ലാതെ വിളിച്ച് തുണിക്കട ഉണ്ടാക്കി വെച്ചിരിക്കണം. മാർക്കറ്റ് ഇല്ലാതെ തുണിക്കട ഉണ്ടെങ്കിൽ മാർക്കറ്റിലുള്ളവരെ എവിടെ പോകും? ഇവിടെ കിടന്ന് എപ്പോഴും ജീവിച്ചാൽ മതിയാ. ഈ അഴുക്കിൽ കിടന്ന് ജീവിച്ചാൽ മതിയാ. കോർപ്പറേഷൻ ഓഫീസ് തുറക്കുന്നത് അന്നേരത്തോ സാറന്മാർ വരുമ്പോൾ നിങ്ങൾ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വണ്ടി മീൻ പൊക്കി ഞങ്ങൾ അവിടെ കൊണ്ടിടും. അവരവിടെ നിൽക്കും. ഉടനെ സൂപ്രണ്ടർ വരും. ഞങ്ങളിപ്പോഴും വരാം മോനെ, ഞങ്ങൾ ആഹാരം, ഞങ്ങൾ മനുഷ്യരല്ലേ മോനെ, ഞങ്ങൾ മത്സ്യം വിൽക്കുന്നു പറഞ്ഞാൽ അത്രയ്ക്കും തരം താഴ്ന്നവരാ മോനെ. ഞങ്ങൾ അമ്മച്ചി ഇപ്പോഴും വേസ്റ്റ് എടുത്ത് മാറ്റാം. ഉടനെ ഈ വേസ്റ്റ് ഒന്ന് കുറേ കൊണ്ടുപോയി അവിടെ കൊണ്ടിടും. ബാക്കി വേസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ കുഴിയിൽ കൊണ്ടിടും. വീണ്ടും കൊണ്ടുവരും. പട്ടിയായാലും അതിൽ മനുഷ്യൻ ചത്ത് കിടക്കുന്നതെന്തോ, പൂച്ച പെരിച്ചാളി എല്ലാം ചത്തതിനെ കൊണ്ട് നമ്മളെ രാവിലെ ആകുമ്പോൾ തലയിട്ട് മുറുക്കാൻ ചവിച്ച് വായെല്ലാം എന്നെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല മുറുക്കാൻ ചവിക്കാതെ. നമ്മൾ മഴയെല്ലാം വരുമ്പോൾ ഇപ്പം 2500 രൂപ കൊടുത്താണ് ഈ പ്ലാസ്റ്റിക് ഒരു ചെറുക്കം വാങ്ങി കെട്ടിത്തന്നു. എന്നാലും മഴ കൊള്ളും, കാറ്റോ മഴയോ വെയിലോ ഉണ്ടാക്കും. ഇത് മാർക്കറ്റ് കെട്ടുന്നതെന്ന് പറയുന്നു. ആർക്കാ കെട്ടുന്നത്? ഈ വയസ്സായ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറും. ഒരു ബിൽഡിങ് കെട്ടിത്തന്നാൽ അത് നിലത്ത് നല്ല രീതിയിൽ അവർ കെട്ടിത്തന്നാൽ നമ്മൾ മത്സ്യം വിൽക്കും. കടക്കാശ് വാങ്ങിക്കുന്നു. കടക്കാശ് വാങ്ങിക്കുന്നു, തട്ടിന് പൈസ വാങ്ങിക്കുന്നു. പിന്നെ എന്താ ഇവരിങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് മോളെ? ഇതൊക്കെ ഫോട്ടോ എടുത്തതെല്ലാം പുഴുവാണ് മോളെ. കാര്യം എന്താ മോളെ? 4 മാസം ഞാൻ ആശുപത്രിയിൽ കിടന്നു. 1.25 ലക്ഷം രൂപ ചെലവാക്കി. കാര്യം എന്താ മോളെ ഇരിക്കുന്നത്? എന്ത് ഷുഗർ പേഷ്യൻ്റാണ്. ഈ അണുക്കൾ കയറിയ നമ്മൾ എന്ത് ചെയ്യും? മക്കൾ ജീവിക്കണ്ടേ? 55 വർഷമായി അമ്മച്ചി മാർക്കറ്റിൽ കയറി. നല്ലൊരു വെൽഡിങ്ങാണ്, പൊളിച്ചിറക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച്. ഇവിടെ കൂട്ടിക്കിടക്കുന്നത് പറഞ്ഞാൽ ഇപ്പം വേസ്റ്റ് നേരത്തെ ഉള്ളത് വിളപ്പിശാലയൊക്കെ കൊണ്ടുപോയി ദഹിപ്പിക്കുമായിരുന്നു, ഇല്ലാതാക്കുമായിരുന്നു. ഇപ്പം ഇവിടെ ഇതിനകത്തൊരു മെഷീനുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടെങ്കിലും പരിപൂർണമായിട്ട് പോകുന്നില്ല. അവിടെ കൂടുതൽ കെട്ടിക്കിടക്കുകയാണ്. ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. അസുഖങ്ങൾക്ക് കൊതുകുണ്ട്. കൊതുക് മുഖാന്തരമുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെങ്കിപ്പനി, കാലിൽ നീര്, മന്ത് പോലത്തെ അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ഈ മാലിന്യ കൂമ്പാരത്തിനിടയ്ക്ക് കൊതുക് മുട്ടയിട്ട് വരുന്നു. മാലിന്യ കൂമ്പാരം എന്ന് പറഞ്ഞാൽ പോയിട്ട് വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇതിനകത്ത് ഓട വഴി വരുന്നുണ്ട്. ആ മീൻകടയിലൊക്കെ ഒലിച്ച് പോവാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് അതിങ്ങനെ ചവറിനകത്തൂടെയൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പം ഇവിടെ മാർക്കറ്റിനകത്തുള്ള ഏകദേശം അവർ ഇല്ലാതാക്കുന്നുണ്ട്. അവിടെ മെഷീനുണ്ട്. എന്നാലും അത് പരിപൂർണമായിട്ട് പരിപൂർണ്ണമാകുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ വിളപ്പിശാലയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ എവിടെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞൂടാ. ചവറ് ഇടാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവർ അത് രചിച്ച് കളയും. നഗരത്തിലുള്ള വേസ്റ്റ് എല്ലാം ഇവിടെയാണ് കൊണ്ടുവരുന്നത്. വെളിയിലുള്ള വേസ്റ്റ് ഒന്നും ഇനി വരില്ല. ഇവിടുത്തെ വേസ്റ്റേ ഉള്ളൂ. ഇവിടുത്തെ വേസ്റ്റ് ഇല്ലല്ലേ, കാണൂല്ലേ? മലക്കറിയല്ലേ, മീൻ കടയല്ലേ, അതൊക്കെ ഈ വേസ്റ്റ് കാണുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ചവറ് വരുമ്പോൾ നാറ്റമേ ഉള്ളൂ. വേറെ പ്രശ്നമില്ലല്ലേ അടിച്ചാണ്ടി? അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നാറ്റം ഈ ചവറ് വാരുമ്പോഴുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക്. അത് അറിഞ്ഞൂടാ മോളെ. അസുഖം ഇവിടെ ഒരുപാട് കിടക്കുകയാണെന്ന് പറയുന്നു. നമ്മളെല്ലാം ഇവിടെ തന്നെ ജീവിക്കുന്നത്. രാവിലെ വന്നാൽ രാത്രിയാണ് പോകണമൊക്കെ. എന്ത് ചെയ്യാം? അസുഖം വന്നാൽ പിടിക്കും, അത്രയേ ഉള്ളൂ. രോഗങ്ങൾ പിടിച്ച് മരിക്കണം മക്കളെ. ഇത് പാളയം മാർക്കറ്റാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഈ പാളയം മാർക്കറ്റാണ് ഇത് ഇട്ടിരിക്കുന്ന. പുളുവും എല്ലാം മട്ട്. നമുക്ക് ബാത്റൂമില്ല, ഒരു ചായ ഇല്ല, ഒരു വെള്ളം ഇല്ല. ഭയങ്കര ഗ്യാസ് അവിടെ. അത്രയും പരാതിപ്പെട്ടിരുന്നോ? എല്ലായിടത്തും പരാതിപ്പെട്ടായി. ഇതെല്ലാം ഒളിവാണ്. ഞങ്ങളിവിടെ കിടന്നുകൊണ്ട് പണം കൊടുക്കാൻ അവർ പറയണത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇരിക്കും, കഷ്ടമേ നിങ്ങൾ ഇറങ്ങിപ്പോയി, വേറെ ആളുകളെ പിടിക്കാമെന്ന് അവര് എന്ന് പറയുന്നു. നമ്മളെന്തര ചെയ്യാ മക്കളെ? നമ്മുടെ ജീവിത പ്രശ്നമില്ലേ ഇത്? ഞാൻ ഇവിടെ വന്നിട്ട് 32 വർഷമായി. നമ്മൾ കേൾക്കണത് നമ്മുടെ കന്നിമൂല മാർക്കറ്റ് അവിടെ കൊണ്ടിട്ടുണ്ട്. ഒരാള് അവിടെ പറഞ്ഞ് നിങ്ങൾ തൽക്കാലത്ത് ഇവിടെ ഒരു വർഷത്തിന് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ മാറിത്തരാന്ന്. നമ്മൾ കെട്ടിത്തന്ന കടയിട്ടുണ്ട്. ഇപ്പൊ എവിടെയോ കൊണ്ടിടാൻ പോണം ഞങ്ങളെ.
അവർക്ക് കടയെല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് കടമൊന്നും ഇല്ലെന്ന്. ഞങ്ങൾ എവിടെ പോയി കിടക്കുക? ഞങ്ങൾ സെക്രട്ടറി ഓഫീസിന് മുമ്പ് പോയി മീൻ വിൽക്കും, ളങ്ങ് വ്യാപിക്കാൻ കൊണ്ട് ഞങ്ങളിവിടെ ഇരുന്ന് സാറേ എന്ന് വിളിച്ച് നമ്മുടെ ജീവിത പ്രശ്നം. ഇതിനു വേണ്ടി കല്ലിട വന്നാൽ നമ്മളിവിടെ മരിക്കാൻ വേണ്ടി സമരരാ, ഞങ്ങളിവിടെ മരിക്കാൻ വേണ്ടി ഒരു ഇതാണ്. അതുകൊണ്ട് ഇവിടത്തെ നാറ്റം ഇത് അവിടെ കോർപ്പറേഷനിൽ പറയിലുള്ള എല്ലാ വേസ്റ്റ് ഇവിടെ വന്നാടും. കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ വരുന്നവരടുത്ത് ഇത്ര പോലെ ഒതുക്കാൻ മാറടി അവിടെ നിന്ന്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് ഒപ്പിട്ട് പൈസ എഴുതി മേടിച്ചാൽ അവർ വന്നായി. ഇതാണ് അവരെ ജോത്യം. എടി പോടി പാടി അവരെ വീട്ടിലെ വേലക്കാരില്ല. നമ്മൾ മത്സ്യത്തൊഴിലാളി, നമ്മളിവിടെ ഇരിക്കണമെങ്കിൽ പൈസ കൊടുത്താണ് ഇവിടെ ഇരിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ഒരു ഫലം മാത്രം ഇവിടെ ഉണ്ട്, വേറെ ഒന്നുമില്ല. എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി ഞങ്ങളെ എവിടെ കടമൊന്നും ഇല്ലെന്ന് എവിടെ ഇപ്പോൾ ഇരിക്കാൻ ഞങ്ങൾ ആരും പോവില്ല. ഇവിടെ ആർക്കും എല്ലാവർക്കും കട തന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ മാറിക്കൊടുക്കാം എന്നാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനം എടുത്ത്. അല്ലെങ്കിൽ ഇവിടെ കടയില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടറി ഓഫീസിന് മുമ്പ് മീൻ വിൽക്കും. ഞങ്ങൾക്ക് കന്നിമൂല മാർക്കറ്റ് ഞങ്ങൾ മീൻ പണ്ട് അവിടെ നിന്ന് വന്ന ആളുകൾ ഉണ്ടാക്കി തന്നതാണ്. ഞങ്ങളുടെ മാർക്കറ്റ് ഇല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ സെക്രട്ടറി ഓഫീസിന് മുമ്പ് പോയി മീൻ വിൽക്കും. നമുക്ക് ജീവിതം എല്ലാം ഇതാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. ഞങ്ങളെ ഇവിടെ മാർക്കറ്റിൻ്റെ അകത്ത് അവന്മാർ പറയുന്ന ചീത്തകളും തെറികളും 5 രൂപ ചെമിട്ടുകൂലി കൊടുക്കാൻ കുറഞ്ഞു പോയാൽ അതിന് തെറി വിളിക്കുന്നു കേട്ടോ. വാങ്ങി കടക്കായി പിരിക്കുന്നു, കടക്കായി പിരിച്ചു തീർന്ന സമയത്തിന് അതിന് തട്ട വെച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ തോന്നുന്നത് അവൻ പറയുന്നു. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടാ. ഇതെല്ലാം മത്സ്യത്തൊഴിലാളി വേദന അനുഭവിച്ച് ജീവിക്കുകയാണ്. പണ്ടുള്ള അമ്മമാരാണ് നമ്മൾ ഇവിടെ കിടന്ന് മരണവേദന അനുഭവിക്കുന്ന മക്കളാണ് കേട്ടാ. ഒരു നിയമവും ഉത്തരവാദിത്വം ഇല്ല. ഇതെല്ലാം ചോർന്നിറങ്ങുന്നു. ഇന്ന് മഴയുണ്ട ഈ വെള്ളം എല്ലാം ചോർന്നിറങ്ങി മീൻ്റെ പുറത്തൂടി വീഴുന്നു. സർക്കാർ ആഘോഷങ്ങൾ നടത്തുമ്പോഴും ജനങ്ങൾ ഇപ്പോഴും അഴുക്കുചാലിൽ കഷ്ടപ്പെടുകയാണ്. തെറ്റുകൾ തിരുത്തുമെന്ന് വിശ്വസിക്കാം. മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. Until then, this is Aisha Hari signing off.